മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധിവാദത്തിന്റെ ആളുകളാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദീൻ ജമാഅത്ത് വിശ്വാസം എന്താണ് പറയുന്നത്? ആദ്യത്തെ ഒരു 3 നൂറ്റാണ്ട് കാലം മുസ്ലിം എന്ന് പറയുന്നത് ഇസ്ലാമിസം എന്ന് പറയുന്നത് ശുദ്ധമായിരുന്നു. എന്നാൽ അത് വിവിധ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചാരത്തിലായി പോയപ്പോൾ ഈ തദ്ദേശീയ സംസ്കാരവുമായിട്ട് അത് ഇടകലർന്നു. അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്നത് അശുദ്ധമായി. അതുകൊണ്ട് ആ ഇസ്ലാമിനെ ശുദ്ധീകരിച്ച് പഴയ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ട് വയ്ക്കുന്നവരാണ് മുജാഹിദുകളും അതുപോലെ ജമാഅത്തുകളും ഒക്കെ. അതായത് ശുദ്ധ ഇസ്ലാം വാദം എന്ന് പറയുന്ന ഒരു വാദമാണ്. അതേസമയം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിഭാഗമാണ് ജിഫ്രി മുത്തുക്കോയ പറയുന്നത് തദ്ദേശീയ സംസ്കാരവുമായി ചേർന്നിട്ട് ഇടകലർന്നിട്ടുള്ള ഒരു മുസ്ലിം ആശയത്തെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പം ചന്ദനക്കുടം പോലുള്ള ആഘോഷങ്ങളെ ഈ മുജാഹിദീൻ വിഭാഗം എതിർക്കുകയാണ്, നബിദിന ആഘോഷത്തെ മുജാഹിദീൻ വിഭാഗം എതിർക്കുകയാണ്, അതുപോലെ ദർഗകളെ മുജാഹിദീൻ വിഭാഗം എതിർക്കുകയാണ്. ഏകദേശം കഠിനമായ പുനരുത്ഥാനവാദം, മത പുനരുത്ഥാനവാദമാണ് ഈ ശുദ്ധിവാദത്തിലേക്കാണ് ഇവിടുത്തെ മുജാഹിദുകൾ കൊണ്ടുപോകുന്നത്. എന്നാൽ ഇവിടുത്തെ യാഥാസ്ഥിക വിഭാഗം ഇവിടെയുള്ള സാമ്പ്രദായിക കാര്യങ്ങളോടൊക്കെ യോജിച്ച് പ്രവർത്തിക്കാൻ അവർ തയ്യാറാണ്. അവർ ചന്ദനക്കുടം നടത്തും, അവർ നേർച്ച നടത്തും, അവർ നബിദിനം നടത്തും, എല്ലാ കാര്യങ്ങളും നടത്തും. അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷേ മുജാഹിദുകൾ എന്താണ്? അങ്ങനെ പാടില്ല. അവരുടെ പ്രവാചകന്റെ കാലത്ത്, പഴയ കാലത്തെ ആ രീതി കാത്തു സൂക്ഷിക്കണം. ഇത് അപകടമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അദ്ദേഹത്തോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, നിങ്ങൾ വാദിക്കുന്ന വാദം അതീവ അപകടകരമാണ്. നിങ്ങൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ ഈ വിഷയം നിങ്ങൾ പഠിച്ചിട്ടില്ല. വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് ചിന്തിക്കാനും വിശകലനം നടത്തുവാനുമുള്ള കഴിവുണ്ട്. നിങ്ങൾ ഈ വിഷയത്തിൽ തെറ്റിയിരിക്കുന്നു. കാരണം ഇത് തെറ്റിയിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം 2 എണ്ണമാണ്. അത് ഒന്നെന്താണെന്ന് ചോദിച്ചാൽ, ഇത് സുരക്ഷാ മാർഗമാണ്. അതായത് ഇസ്ലാമിലേക്ക് പ്രത്യേകിച്ച് ഒന്നും വരാതെ, ഒന്നും കടത്തിക്കൂട്ടാതെ ശരിയായ ദീന് നിലനിർത്താനുള്ള സുരക്ഷാ കവചമാണ്. ഒരാൾ കിണറ്റിൽ വീണെന്ന് വിചാരിക്കുക. കിണറ്റിൽ വന്നിട്ട് അയാളെ രക്ഷപ്പെടുത്താൻ നമ്മൾ കയറിട്ട് കൊടുത്തു, എന്നെ പിടിച്ച് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ 3-ാം കക്ഷി വന്നിട്ട് പറയണത്, അയാൾക്ക് തൂങ്ങി മരിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ കയറിട്ട് കൊടുത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇതേപോലെയാണ് എന്ത്? ഇസ്ലാമിന്റെ പേരിൽ ISIS വന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യന്മാരെ തല വെട്ടുന്ന രംഗം നമ്മൾ കണ്ടത്. അതിന്റെ കാരണം അത് പിന്നീട് കലർന്നതാണ്. അതിൽ എന്താ പരിഹാരം? പ്രവാചകന്മാരുടെ കാലത്ത് ഇസ്ലാമിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് തല വെട്ടുന്ന പരിപാടി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് കലർന്നതാണ്, ഇത് കൂട്ടിക്കലർന്നതാണ്. ISIS ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ മുൻഗാമികൾ ഈ മാർഗം സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. മന്ത്രവാദം നടത്തി കാസർഗോഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ആളുകളെ കൊല ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടാകുമ്പോൾ ഈ മന്ത്രവാദം കടന്നു വന്നത് പിന്നീടുള്ള കാലത്താണ്. പ്രവാചകന്റെ കാലത്ത് ഇതില്ല എന്ന് പറയാനാണ് നമ്മൾ ആ മാനദണ്ഡം സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ തിന്മകളും കൊത്തി അറുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇസ്ലാമിൽ കലർന്നിട്ടുള്ള തീവ്രവാദമാകട്ടെ, ഭീകരവാദമാകട്ടെ, ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുന്ന ഇതൊന്നും ശരിയല്ല എന്ന് പറയണമെങ്കിൽ ആ പ്രവാചകന്റെ കാലം എടുക്കണം. അതേ ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ പ്രവാചകന്റെ കാലം മോശമാണ് എന്നാണ് പറയുന്നത്. എന്താ അർത്ഥം? ഇസ്ലാം മോശമാണെന്നല്ലേ? അപ്പൊ ആർക്കാണ് ഇത് ചെന്നുകൊള്ളുന്നത്? വേറെ എല്ലാം പോട്ടെ, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി, അതുപോലെ തന്നെ ലോകത്തറിയപ്പെടുന്ന ബെർണാഡ് ഷേ പോലെയുള്ള ചിന്തകന്മാർ, സോക്രട്ടീസിനെ പോലെയുള്ള ആളുകൾ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ, ജവഹർലാൽ നെഹ്റു, ഇവരൊക്കെ ഇസ്ലാമിനെ പറ്റി, മുസ്ലിമീങ്ങളെ പറ്റി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി, ഉമർ റളിയല്ലാഹുവിനെ പറ്റി എത്ര നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഉമറിന്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എത്ര പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ പറഞ്ഞത് തെറ്റായിരുന്നു എന്നല്ലേ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമാണ് മോശം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത്തരം ആളുകൾ ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കി ആ വാദത്തിൽ നിന്നും പിന്മാറണം.